ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا خلقنا الإنسان من نطفة نبتليه فجعلناه سميعا بصيرا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ദിനങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബലിപെരുന്നാളാണ്. അതേപോലെ ഇന്ന് അയ്യാമുൽ തശ്രീഖ്, അതിൻ്റെ നാളുകളാണ്. ഇത്തരം ദിനങ്ങളിലുള്ള ഈ മാസത്തിൽ മുഴുവനും തന്നെ നല്ല പ്രതിഫലാർഹമായ ദിനങ്ങളാണ്, ദിനരാത്രങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മുടെ കർമ്മങ്ങളെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആകാശഭൂമികൾ, പ്രപഞ്ചം മുഴുവനും ഏതു പ്രകാരം കീഴ്പ്പെട്ടുവോ അതുപോലെ തന്നെ മനുഷ്യന് കീഴ്പ്പെടുവാൻ അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു സരണിയാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം. അതിന് ആയാത്തുകൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ പ്രപഞ്ചമാവുന്ന ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നു. സൂറത്ത് യാസീനിലൊക്കെ നമുക്ക് സുപരിചിതമായ ചില ഭാഗങ്ങളും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവയൊക്കെ കൃത്യമായി അള്ളാഹുവിന് വിധേയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും അള്ളാഹുവിന് വിധേയപ്പെടണമെന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്ന് തന്നെയാണ്. അള്ളാഹു നമ്മെ സഹായിക്കും. കൃത്യമായി പരിപൂർണമായും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്
ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ സാധിക്കില്ല എങ്കിൽ അള്ളാഹു അങ്ങനെ കൽപ്പിക്കുമായിരുന്നില്ല. ഇതിനുള്ള ഏറ്റവും അനുഗ്രഹീതമായ മാതൃകയാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത്. പരിപൂർണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അതൊരു ജിഹാദ് തന്നെയാണ്. ജിഹാദിന് ഏറ്റവും വലുത് നമുക്കറിയാൻ സാധിക്കും. ഏറ്റവും വലിയ ജിഹാദ് സ്വന്തത്തോടുള്ളതും, അതേപോലെ തന്നെ അക്രമികളായ മർദ്ദകരായ ഭരണാധികാരികളോട് സത്യം വിളിച്ചു പറയുവാനും കാണിക്കുന്ന അതിനെയാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ഒരു മഹായുദ്ധം കഴിഞ്ഞ് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ വീടുകളിലേക്ക് പോകുമ്പോൾ അവരോടൊരിക്കൽ പറയുന്നുണ്ട്, വലിയൊരു ജിഹാദിലേക്കാണ് നിങ്ങൾ വീടുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ, അള്ളാഹുവിന്റെ റസൂലെ, നമ്മളൊരു യുദ്ധം കഴിഞ്ഞാണല്ലോ വരുന്നത്, അതിനേക്കാളും വലിയ ജിഹാദോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതേ, സ്വന്തം താല്പര്യങ്ങളോടും ഇച്ഛകളോടുമുള്ള ജിഹാദാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജാഹദുൻ നഫ്സ്. സ്വന്തത്തോടുള്ള ജിഹാദ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അക്ബറുൽ ജിഹാദു കലിമത്ത് ഹഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ എന്ന് പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു. ഏറ്റവും വലിയ ജിഹാദ് അക്രമികളായ മർദ്ദകരായ ഭരണാധികാരികളോട് സത്യം വിളിച്ചു പറയലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. ഈ രണ്ട് ജിഹാദും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം സ്വന്തത്തെ അല്ലാഹുവിന് ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വിധേയപ്പെട്ടിരിക്കുന്നു, പരിപൂർണമായും അതിനിതാ വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി പറയുകയും അതോടൊപ്പം തന്നെ നമ്രൂദിനോട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ സൂചിപ്പിക്കുന്ന ഭാഗം നമ്മൾ ഓർക്കേണ്ടതാണ്, വീണ്ടും ഓർക്കേണ്ടതാണ്. ശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് അജയ്യനായ സർവജ്ഞൻ കണിശമായി നിർണയിച്ചു വെച്ചതാവും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലഖദ് ഖദ്ദർന മനാസില ഹത്താ ആദഖൽ ഉർജൂനുൽ ഖദീം. ചന്ദ്രൻ അതിന് നാം പല മണ്ഡലങ്ങളും നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അത് അതിലൂടെ കടന്നു പോയിക്കൊണ്ട് ഒടുവിൽ ഈത്തപ്പനയുടെ ഉണങ്ങിയ കുലച്ചില്ല് പോലെ ആയിത്തീരുന്നു. മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. മാസം അറിയാനും കാലം അറിയാനും നിർണയിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചന്ദ്രനെ അതിൻ്റെതായ പരിണിതികൾ നിശ്ചയിച്ചു കൊടുത്ത് സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായ അള്ളാഹുവിന്റെ കണിശമായ നിയമങ്ങൾക്ക് വിധേയപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ചന്ദ്രനെ എത്തിപ്പിടിക്കുവാൻ സൂര്യന് സാധിക്കുകയില്ല. രാത്രിക്ക് പകലിനെ കവച്ചു വെക്കാൻ സാധ്യമല്ല, മറികടക്കാൻ സാധ്യമല്ല. എല്ലാം ഓരോ പാതയിൽ തന്നെ നീന്തി തിരിച്ച് അള്ളാഹു കൽപ്പിച്ച പാതയിൽ തന്നെ കൃത്യമായി നിന്ന് അതതിന്റെ പ്രവർത്തനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മനുഷ്യരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് സൂര്യനെയും ചന്ദ്രനെ പോലെയും ആവണം. നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ മറികടക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ആയത്തുകളിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് മുസ്ലിമായിട്ട് തന്നെയാണ്. ഓരോ മനുഷ്യനെയും, മുസ്ലിം അല്ലാത്ത മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു തആല, ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണമായ വിധേയത്വം, പരിപൂർണമായ സമർപ്പണം എന്നൊക്കെയാണ്. ഈ അർത്ഥം വെച്ച് നോക്കുമ്പോൾ മനുഷ്യനും അവന്റെ നാട് നിർണയിക്കുന്നതിൽ, അവന്റെ പിതാവിന് നിർണയിക്കുന്നതിൽ, അവന്റെ മാതാവിന് നിർണയിക്കുന്നതിൽ, അതേപോലെ തന്നെ അവന്റെ രൂപവും ശരീരവും ആകാരവും അവയവങ്ങളും, അതേപോലെ അവന്റെ ജനനം ആണാവണോ പെണ്ണാവണോ തുടങ്ങി അവന്റെ മരണം ഉൾപ്പെടെ, അവന്റെ ജോലി ഉൾപ്പെടെ, ജോലി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിച്ച ജോലിയല്ല നമ്മൾ നിർബന്ധിതാവസ്ഥയിൽ നിർത്തപ്പെടുന്ന ഒരവസ്ഥ ജോലിയുടെ കാര്യത്തിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ഇച്ഛകൾക്കനുസരിച്ച് പോവാൻ നമുക്ക് സാധിക്കുന്നില്ല പലപ്പോഴും. അങ്ങനെ അവസാനം സകലതും, മരണം ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ അള്ളാഹുവിന് വിധേയപ്പെട്ടവരാണ്, ആണും പെണ്ണുമാവുന്ന കാര്യത്തിലൊക്കെ.
പരീക്ഷണം ഒരു മേഖലയിൽ മാത്രമാണ്. ആ മേഖലയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂര്യചന്ദ്രന്മാരെ പോലെ വിധേയപ്പെടാൻ ആവശ്യപ്പെടും. അത് വിശേഷ ബുദ്ധിയാണ്. വിശേഷ ബുദ്ധി സ്വയം നിർണയിക്കുവാനുള്ള അവകാശമുണ്ട്. അവൻ അധികാരം കൊടുക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾക്ക് കൊടുക്കാത്ത ഒരു സംഗതിയാണ്. ആ അവകാശം വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കുവാനും തിന്മ പ്രവർത്തിക്കുവാനും അവസരമുണ്ട്. ഇവിടെയാണ് ഇബ്രാഹിം മില്ലത്ത് കടന്നു വന്നുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെതിരെ തിന്മ പ്രവർത്തിക്കുകയില്ല. തന്റെ കൈകൊണ്ടോ കണ്ണുകൊണ്ടോ കാലുകൊണ്ടോ തന്റെ വിശേഷ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഒരു കാര്യത്തിലും ഒരു ഇടപാടിലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. മറിച്ച് അതിന്റെ ഏറ്റവും അനുഗ്രഹീതമായ വശമായ അതേത് സമയത്ത് എങ്ങനെ ആവശ്യപ്പെട്ടാലും എപ്പോഴാവശ്യപ്പെട്ടാലും അത് അള്ളാഹുവിന് വിധേയപ്പെട്ടിരിക്കും. ഇത് രണ്ടും കെട്ട ഒരവസ്ഥയിലാണ് പലപ്പോഴും നമ്മളൊക്കെ ഉള്ളത് എങ്കിൽ അതിൽ നിന്ന് മാറണം. നമ്മൾ രണ്ടും കെട്ട കുറച്ചൊക്കെ അള്ളാഹുവിനെ അനുസരിക്കും, കുറച്ചൊക്കെ ദേഹച്ചയും അനുസരിക്കും എന്ന അവസ്ഥ മാറിയിട്ട് പരിപൂർണമായും അള്ളാഹുവിന്റെ നിങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിന്റെ വിധേയത്വത്തിലേക്ക് വരിക. നിങ്ങൾ നന്മ മാത്രം പ്രവർത്തിക്കുന്നിടത്തേക്ക് അഥവാ തിന്മ വന്നാൽ, അഥവാ തിന്മ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കൈകൊണ്ടോ നിങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ചെയ്യാനിടയാൽ, ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിങ്ങൾ ചെയ്യാനിടയായാൽ അതിനെ കൂടി നന്മകളാക്കി മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു തആല, എന്നിട്ട് അത് അവസാനം തിന്മയിൽ നിന്ന് അത് മായ്ച്ചു കളയുക മാത്രമല്ല ചെയ്ത തിന്മ പോലും നന്മകളാക്കി മാറ്റാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു തആല നൽകിക്കൊണ്ട് അതും ആ പരിപൂർണമായ അർത്ഥത്തിൽ വിശ്വാസിയായി മാറുവാൻ അവസരം നൽകിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുവാൻ, ഒരിക്കലും നന്ദി കെട്ടവനായി മാറാതിരിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതാണ് ചെയ്തത്. എന്തല്ലാഹു കൽപ്പിച്ചോ, എത്ര ത്യാഗം സഹിച്ചിട്ടുള്ളതാണെങ്കിലും ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല ഒരു മനുഷ്യന്റെ ചിന്തയിൽ എന്നുള്ള കാര്യമാണ് എങ്കിലും അള്ളാഹു കൽപ്പിച്ചോ ഞാൻ അത് ചെയ്യും, ഞാൻ എന്നെ അതിന് വിധേയപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ആ ജിഹാദ് ഞാൻ സ്വന്തത്തോട് അനുഷ്ഠിച്ചിരിക്കും. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അതിന് സകലതും എതിരാണെങ്കിലും ശരി, ഭരണകൂടം എതിരാണെങ്കിലും ശരി, മക്കളും കുടുംബം താല്പര്യങ്ങളും അതിനെതിരാണെങ്കിലും ശരി, അവരെ നിർബന്ധിക്കണമെന്നല്ല. ആ അർത്ഥത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. അറുക്കാൻ പറഞ്ഞാൽ അറുത്തിരിക്കും. കാരണം എനിക്ക് ഈ മകനെ പോലും നൽകിയത് അള്ളാഹുവാണ്, എനിക്ക് ഈ ശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്, എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് സകലതും ഉടമ അള്ളാഹുവാണ് എന്ന ബോധം സദാസമയവും നിലനിർത്തിക്കൊണ്ടിരിക്കുവാൻ ഇബ്രാഹിമി മില്ലത്ത് പ്രവാചകരിലൂടെ നമുക്ക് ശക്തമായ കൽപ്പന നൽകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സൂറത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് വ്യക്തമായി പറയുന്നു. സൂറത്തുൽ ദഹർ എന്നും അതിനർത്ഥമുണ്ട്. തെറിക്കപ്പെടുന്ന ബീജം, അതിൽ നിന്നാണല്ലോ മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത്. ആ തെറിക്കപ്പെടുന്ന ബീജത്തിൽ നിന്ന് രൂപപ്പെടുത്തി വന്ന ആ മനുഷ്യനെ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു വ്യക്തമായി തന്നെ പറയുന്നു. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം മിശ്രിതമായ ശുക്ലകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നാം അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി തന്നെ നാം അവന് കാഴ്ചയും കേൾവിയും നൽകി. ആരാണ് സൂര്യചന്ദ്രന്മാരെ പോലെ, നക്ഷത്രങ്ങളെ പോലെ, ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും പോലെ വിധേയപ്പെടുന്നത്? അള്ളാഹുവിന് പരിപൂർണമായും ആ വിധേയത്വത്തിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു മസ്തഖാമു, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ച് അതിൽ അടിയുറച്ച് നിൽക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി തന്നെ നാം അവന് കാഴ്ചയും കേൾവിയും നൽകി. കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു. രണ്ടും ഒന്നിച്ചില്ലാത്ത ഒരാൾ ഉണ്ടാവുകയില്ല എന്നാണ്. പൂർണ്ണമായും രണ്ടും കുറേശ്ശെ ഉള്ളവരുണ്ടാവും. കാഴ്ചയും കുറച്ചുണ്ട്, കേൾവിയും കുറച്ചുണ്ട്, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. പക്ഷേ ഏതോ ഒന്ന് കാഴ്ച തീരെ ഇല്ലാതാവുകയും കേൾവി തീരെ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യന് ഉണ്ടാവുകയില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് പ്രപഞ്ചത്തിൽ ജീവിക്കാൻ കഴിയില്ല. കാഴ്ചയില്ലാത്ത ആൾക്ക് നല്ല കേൾവിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുക. അതുകൊണ്ടാണ് പേര് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. മുമ്പെങ്ങോ കേട്ട ശബ്ദം, ആ പരിചയം വെച്ചുകൊണ്ട് അദ്ദേഹം നിങ്ങളല്ലേ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന അത്രത്തോളം കേൾവി ശക്തിയും ഓർമ്മശക്തിയും ചേർത്ത് വെച്ചുകൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതേപോലെ തന്നെ കേൾവിയില്ലാത്ത മനുഷ്യർ അവസാന ശ്വാസം വരെ അള്ളാഹു കാഴ്ച നൽകുന്നൊരവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് മഹാ അനുഗ്രഹങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരേ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് ചേർത്ത് തന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബ്തലിഹി, പരീക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ പരിശോധിക്കുക എന്ന അജണ്ട മാത്രമേ എനിക്കുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ വിട്ടുകൊണ്ട്, വ്യത്യസ്തമായ തരത്തിൽ സമയം നൽകിക്കൊണ്ട് അള്ളാഹു നിരന്തരം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അവൻ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് അവൻ എന്ത് ചെയ്തു? വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അവന് പറയുകയാണ്, നന്ദിയുള്ളവരാവാം, നന്ദി കെട്ടവരും നിങ്ങൾക്കാവാം. നിങ്ങളുടെ വിശേഷ ബുദ്ധി വെച്ചുകൊണ്ട് നന്ദിയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി രാവും പകലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവന് അടിമപ്പെട്ട് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ്, അള്ളാഹു അല്ലാത്തതിന് സൃഷ്ടിച്ചിട്ടില്ല എന്നാ പറയും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വിധേയപ്പെട്ട് അള്ളാഹുവിന്റെ അടിമയായിട്ട് നിങ്ങൾക്ക് സദാസമയം നന്ദി ബോധത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. എന്നാലോ നന്ദിയുള്ളവനാവുകയും നന്ദി കെട്ടവനാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പരിണിതി രണ്ട് മഹാപരിണിതികളാണ് എന്ന്. രണ്ടും കെട്ടൊരവസ്ഥയിൽ പോയാലും വളരെ ദുരന്തമാണ് നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് അത് കുഫറിലാണ് അവർക്ക് എത്തിപ്പെടുക. എന്നിട്ട് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ തന്നെ പറയുന്നത്, അള്ളാഹുവിനെ നന്ദി കെട്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും അവസ്ഥയിൽ, ഏതെങ്കിലും നിലപാട് നിങ്ങൾ അത് കൊച്ചു പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു, അത് തിരുത്തേണ്ടതുണ്ടായിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല. ആ നന്ദി കെട്ട ഒരവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരം നിഷേധികളായ ആളുകൾക്ക് നാം ചങ്ങലകളും വളയങ്ങളും ആളിക്കത്തുന്ന അഗ്നിയും ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരർത്ഥത്തിലും രക്ഷയില്ലാത്ത കോലത്തിൽ അവർ പിടികൂടപ്പെടും, പിടിച്ചു കെട്ടപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, സജ്ജനങ്ങളായ നേരെ മറിച്ച് സത്യസന്ധമായി ഇത് പാലിച്ച മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന് പ്രപഞ്ചം വിധേയപ്പെട്ടതുപോലെ ഏതൊരു കാര്യത്തിലും ഏത് സമയത്തും അതിനു വേണ്ടിയിട്ടാണ് 5 നേരം നമസ്കരിപ്പിക്കുന്നത്. അതിന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 5 നേരം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു ചൊല്ലിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇത് തെറ്റിപ്പോവാൻ, ഏത് സമയത്തും തെറ്റിപ്പോവാനിടയുള്ളതാണ്. രാവിലെ മുഅ്മിനായിരുന്നവൻ പ്രദോഷത്തിൽ കാഫിറാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്തകളിലോ ഇടപാടുകളിലോ സംസാരങ്ങളിലോ മുതലാളിക്കനുസരിച്ച് അല്ലെങ്കിൽ അതുപോലെ നേതാവിനനുസരിച്ച് പാർട്ടിക്കനുസരിച്ച് നിലപാട് മാറിപ്പോവും. അവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത് ബാധിക്കുമെന്നത് കൊണ്ട് അവിടെ കള്ളം പറയാനും കള്ളസാക്ഷ്യം നിർവഹിക്കുവാനും മനുഷ്യൻ തയ്യാറാവും. ഇവിടെ ഇപ്പുറത്തെല്ലാം നോക്കി നിൽക്കുന്ന ഒരു അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് നീ പ്രപഞ്ചം കൃത്യമായി പാലിക്കുന്നത് പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. സൂര്യൻ കൃത്യമായി പാലിക്കുന്നത് പോലെ നീയും ആ കൃത്യതയിൽ അണിനിരക്കാൻ നിനക്ക് സാധിക്കണം. ഒന്ന് ഇളകിയാൽ, ഒന്ന് ആടിയാൽ ഉടനെ നീ തിരിച്ച് നീ നിർത്തിയിടത്തേക്ക് വരണം. അതിന് നിനക്ക് ഒരിക്കലും വീഴ്ച വരാൻ പാടില്ല. അതിൽ നീ അടിയുറച്ചു നിൽക്കണം. അവസാനത്തെ ശ്വാസം വരെ നീ അടിയുറച്ചു നിൽക്കണം. ഇതൊരു അമാനത്താണ്. ഇതെങ്ങാനും വിജയിച്ചു കഴിഞ്ഞാലുള്ള പ്രതിഫലമാണ് ഈ അമാനത്തിന്റെ ഗൗരവം മനുഷ്യന് ഉണർത്തുന്നത്. പക്ഷേ അധികം ആളുകളും സ്വർഗം മനോമുഖരത്തിൽ കണ്ടല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നരകം മനോമുഖരത്തിൽ കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ബോധം കെട്ട ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. നരകത്തെ മനസ്സിൽ കണ്ട് ഭയപ്പെട്ട് ബോധം കെട്ട് 3 ദിവസം ബോധം കെട്ട് കിടക്കുകയും 18 ദിവസം എഴുന്നേൽക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ നീതിമാനായി മാറിയത് എന്തുകൊണ്ടാണ്? കടുകിട വ്യതിചലിക്കുവാൻ സാധിക്കാത്ത അദ്ദേഹം ഒരു പിതാവിന്റെ, സാധാരണ നമ്മളെപ്പോലെ ഒരു പിതാവിന്റെ പുത്രൻ തന്നെ ആയിരുന്നു. ആടിനെ നോക്കി നടക്കുന്ന ഒരു മനുഷ്യന്റെ പുത്രനാണ്. പ്രവാചകത്വം കിട്ടിയ ആളല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം എന്തായി മാറി? അദ്ദേഹം ഈ കടുകിട വ്യതിചലിക്കുകയില്ല ഞാൻ എന്ന ഗാന്ധിജി അതുകൊണ്ട് എടുത്തു പറഞ്ഞു. ഉമറിന്റെ നീതിയാണ് ഞാൻ ഇന്ത്യ രാജ്യത്തിന് ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്കെങ്ങാനും സ്വാതന്ത്ര്യം കിട്ടുകയാണ് എങ്കിൽ ഉമറിന്റെ നീതിയാണ്, സത്യസന്ധതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമാറ് ഒരു മനുഷ്യന് സാധിക്കും എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സാധിക്കണം, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. നേരെ മറിച്ച് സാധിക്കുകയില്ല, അതൊന്നും നമുക്ക് സാധ്യമല്ല എന്ന് ചിന്തിച്ചാൽ അവന്റെ കഥ കഴിഞ്ഞു. സാധിക്കണം, ഞാൻ അതിൽപ്പെട്ടവനാണ്. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതൊരു ഈമാനാണ്, അത് അടിയുറച്ചൊരു തീരുമാനമാണ്. അതിന് ശ്രമിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തീരുമാനമാണ്.
അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സജ്ജനങ്ങളായ ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ സ്വർഗത്തിൽ കർപ്പൂരം ചേർത്ത ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യപ്പെടും. അവർ മാത്രമല്ല അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറവിടമായിരിക്കും. അവർക്ക് ധാരാളമായി നമുക്കൊരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാമത്തതും മൂന്നാമത്തതും കൂടെ കുടിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അതോടുകൂടി മസ്താവുകയും മടുപ്പ് വരികയും ഓക്കാനിച്ച് ഛർദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ആദ്യം കഴിക്കുന്ന ആ രുചിയോടുകൂടി അതുപോലെ നിലനിൽക്കുകയില്ല. അതിന്റെ 10 മടങ്ങായി രുചി വർദ്ധിപ്പിച്ച് ഒരിക്കലും അവസാനിക്കാത്ത വീണ്ടും വീണ്ടും മെച്ചങ്ങളിലേക്ക് പോകുന്ന, എത്ര കുടിച്ചാലും ഒരു പ്രശ്നങ്ങളില്ലാത്ത, ചെറിയ പ്രയാസം പോലും ഇല്ലാത്ത ഉറവിടങ്ങൾ, ആ ഉറവിടങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അവർക്ക് ധാരാളമായി കഴിക്കുവാനുള്ള പാനപാത്രങ്ങൾ മാറി മാറി അവർക്ക് കഴിക്കാവുന്ന ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ഈച്ചയാർക്കുന്ന അല്ലെങ്കിൽ നിലച്ചിട്ട് അല്പം ചിന്തിപ്പോയി കഴിഞ്ഞാൽ, അല്പം നേരം കഴിഞ്ഞാൽ ഈച്ചയാർക്കുന്ന, അതേപോലെ പ്രാണികളും കൃമികീടങ്ങളും വരുന്ന ചഷകങ്ങളല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തെളിനീരല്ല ഇത് ഏറ്റവും നല്ല, ഏറ്റവും സുഗന്ധമുള്ള, ഏറ്റവും ഭംഗിയുള്ള, അതും 1 കൊല്ലമല്ല 2 കൊല്ലമോ 100 കൊല്ലമോ അല്ല, കാലാകാലം അവർക്ക് ധാരാളമായി കുടിച്ചാനന്ദിക്കാവുന്ന ഒരു വലിയ ലോകം അവർക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ദൈവദാസന്മാർ അതിൽ തെളിനീർ, അതിൽ പാനം ചെയ്യുന്നു. അതിന്റെ അരുവികൾ അവരിച്ചിക്കുന്നിടത്തേക്ക് മുഴുവനും അനായാസം അവർ ഒഴുക്കിയെടുക്കുന്നു. ഈ തെളിനീർ വ്യത്യസ്തമായ രീതിയിലുള്ള പാനീയങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ അവർ ഒഴുക്കിയെടുത്ത് അവർക്ക് സുന്ദര സുഖകരമായ ഒരു ജീവിതം അവർക്ക് നൽകും. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സമഗ്രമായ സമ്പൂർണമായ ഈ ഇസ്ലാമിക ജീവിത വ്യവസ്ഥയെ അതിനെ കയ്യിലെടുക്കാൻ അധികം ആളുകൾ ഉണ്ടാവുകയില്ല. ജനം മുഴുവനും 909 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം ഈ അർത്ഥത്തിൽ കപ്പലിലേക്ക് കയറാവുന്ന ക്വാളിറ്റി നേടിക്കൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകനും ഭാര്യയും പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അത് കാണിച്ചു കൊടുത്തു. കപ്പലിലേക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, വിശുദ്ധമായ ആത്മാവെന്ന് വിളിക്കാൻ പറ്റണം. ആ പറ്റുന്ന വിശുദ്ധിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോയി ആ അർത്ഥത്തിൽ അതിന് സാധിക്കും. അള്ളാഹു സഹായിക്കും. ആരെങ്കിലും ഞാൻ ഇനി മുതൽ അങ്ങനെയാണ് എന്ന് തീരുമാനമെടുക്കേണ്ട താമസം അള്ളാഹു അവരിലേക്ക് ഓടി വരും, അവരെ ചേർത്ത് പിടിക്കും. ഇതൊന്നും സാധ്യമല്ല, എന്റെ സംഘത്തെയും സംഘടനയെയും സമുദായത്തെയും നാടിനെയും ഒക്കെ അതിനെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഞാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ ഇബ്രാഹിം മില്ലത്തിൽ നിന്ന് പുറത്തു കടന്നവരാണ്. ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെ ആവുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമഗ്രമായ പൂർണ്ണമായ വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ കൂട്ടിമുട്ടലിന് നടക്കുകയില്ല, ഏറ്റുമുട്ടലിന് അവർ പോവുകയില്ല. അവർ ഒരാളോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തെറ്റി നിൽക്കുന്നവരല്ല. ആ തെറ്റുന്ന രീതിയിലുള്ള സംസാരം അവരൊന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഖാലു സലാമ, ഏറ്റവും നല്ല രീതിയിൽ സലാം പറഞ്ഞവർ പിരിയും. ജാഹിൽ അവരുടെ നേരെ വന്നു കഴിഞ്ഞാൽ ആ ജാഹിലിയത്തിന് നിന്നു കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ പരിശോധിക്കണം, ഈ ഭൂമിയിൽ ആരോടെങ്കിലും ഞാൻ തെറ്റി നിൽക്കുന്നുണ്ടോ? ചെറുപ്പത്തിൽ തെറ്റിയതുണ്ടോ? കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ടോ? ഒന്നുകിൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് പൊരുത്തപ്പെടിക്കണം. മാത്രമല്ല കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്തതാണ് എങ്കിൽ അവർക്ക് വേണ്ടി ഓർമ്മയിലുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ധാരാളമായി പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ, അത് ഓർത്തെടുത്തിട്ട് നമുക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം. ഇനി തിരുത്തുവാൻ സാധ്യമല്ലാത്തത് എങ്കിൽ അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരോട് വല്ല വെറുപ്പ് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ആ വെറുപ്പ് അവസാനത്തെ കണിക പോലും നുള്ളിയെടുത്തുകൊണ്ട് എന്റെ അടുക്കൽ വിശുദ്ധമായ ആത്മാവ്, അത് ഭാര്യയോടാവാം, മക്കളോടാവാം, അയൽവാസികളോടാവാം, സുഹൃത്തുക്കളോടാവാം, ആ ജ്യേഷ്ഠാനുജന്മാരോടാവാം, മാതാപിതാക്കളോടാവാം, ഇവിടെയൊക്കെ വിശുദ്ധമായ ആത്മാവ് എന്ന് വിളിക്കപ്പെടും. പ്രപഞ്ചം നിൽക്കുന്നത് പോലെ തന്നെ വിശുദ്ധമായി കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ അള്ളാഹു പറഞ്ഞത് പ്രകാരം തന്നെ ഞാൻ നിൽക്കുന്നു എന്ന ആ ഒരു ഉറച്ച തീരുമാനവും അതിനുള്ള കാൽവെപ്പുമാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത്. അതിനുള്ള സന്നദ്ധതയാണ്, ആ സമർപ്പണം എന്നാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്ത് ആൽ ഇംറാനിൽ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ചോദിക്കുകയാണ്, അഫഗൈറ ദീനില്ലാഹി യബൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അല്ലാഹുവിന്റെതല്ലാത്ത ജീവിത വ്യവസ്ഥയാണോ ഇങ്ങനെ ഒരു ജീവിത വ്യവസ്ഥ? ഏറെ വിശുദ്ധമായത്, എല്ലാ മേഖലയിലും എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സമയത്തേക്കും അള്ളാഹു ഏറ്റവും ഫിറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ തേടിപ്പോകുന്നത് കമ്മ്യൂണിസമാണോ? നിങ്ങൾ തേടിപ്പോകുന്നത് മതേതരത്വവും ജനാധിപത്യവും? ജനങ്ങൾക്കാണ് ആധിപത്യം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമായിരിക്കും. ആ ജനാധിപത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ED എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്ന് തനിക്ക് വിധേയപ്പെടുത്തി അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നത്. താൻ ആഗ്രഹിക്കുന്നവർ, അവൻ എത്ര മുഖ്യമന്ത്രി പദത്തിലെത്തിയവനാണെങ്കിലും അവനെ ED ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്തുന്നതും ജനാധിപത്യം എന്ന് പറയുന്ന ഇസം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇസ്ലാം ഒരിക്കലും അത്തരം അവസ്ഥയിലേക്ക് പ്രാപിക്കുന്ന, ജനങ്ങളെ മുഴുവനും മുക്കിയൊടുക്കുന്ന, ചതിച്ചു കളയുന്ന, ആധിപത്യ മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും ഒക്കെ കൊണ്ടു നടക്കുന്ന ആ ജനാധിപത്യം ആ അർത്ഥത്തിൽ കൊണ്ടു നടക്കുവാൻ എന്നാൽ അത് ഉപയോഗപ്പെടുത്തേണ്ടി വരും. ആ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ, ഇസ്ലാമികമായ സമഗ്രമായ സമ്പൂർണമായ ദീനിനെ അത് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്. മക്കയിലെ സാമ്പത്തിക ഇടപാടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ദഅവത്ത് പ്രവാചകൻ നടത്തിയത്. അല്ലാതെ ഇവിടെയുള്ളത് മുഴുവൻ അശുദ്ധമാണ്, അതുകൊണ്ട് അതില്ലാത്തൊരു ലോകത്തേക്ക് കൊണ്ടുവന്ന് പ്രത്യേകം കഴിച്ചിരുന്നില്ല. അവിടെ നിന്ന് ജീവിച്ചുകൊണ്ട് അവിടുത്തെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ മക്കയെ മാറ്റിയെടുത്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് ഉപയോഗപ്പെടുത്തി. എന്നിട്ട് മാറ്റാൻ വേണ്ടി നിൽക്കുന്നവനും മാറ്റാൻ വേണ്ടി നിൽക്കാത്തവനും, സമൂഹത്തെ ഇബ്രാഹിം മില്ലത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി അധ്വാനിച്ച് പണിയെടുക്കുന്നവനും, അങ്ങനെ ഒരു അജണ്ടയെ പ്രസക്തിയില്ല എന്ന് പറയുന്നവനും ഒരിക്കലും ഒരുപോലെയല്ല. അവന്റെ ജീവിതം ഒരുപക്ഷെ ഇവനായിരിക്കും മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവുക. ഈ ആളുകൾക്കൊക്കെ റാൻ മൂളിക്കൊണ്ട്, അമേരിക്കക്കും അതുപോലുള്ള സംവിധാനങ്ങൾക്കും ഒക്കെ റാൻ മൂളിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്കായിരിക്കും മക്കളുടെ കൂടെ ഇന്നലെ പെരുന്നാൾ ആഘോഷിക്കാൻ പോയപ്പോ ഒരു പ്രത്യേക കള്ളു ഷാപ്പുകാരന്റെ, മദ്യ കച്ചവടക്കാരന്റെ വലിയ കൊട്ടാരം കണ്ടു. കിങ്ഫിഷർ എന്നൊക്കെ പറയുന്ന മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്ന അവൻ എത്ര കോടാനുകോടികൾ, 9,000 കോടിയറ്റ ഈ കട്ടുമുടിച്ചത ഭരണകൂടത്തിന്റെ മോഷ്ടിച്ചതിന്റെ പേരിൽ അവൻ പിടികൂടപ്പെടേണ്ടവനാണ്. അവരൊക്കെ സുഖിച്ച് ജീവിക്കും, ആനന്ദിക്കും, ആമോദിക്കും. അവനൊക്കെ പല കാശ് കൊടുത്തിട്ട് പല രാഷ്ട്രീയ സംഘങ്ങളെയും അവരൊക്കെ കൊണ്ടു നടക്കും. പക്ഷേ അവരുടെ സമ്പത്തോ സൗകര്യങ്ങളോ അവർ നിളമ്പുന്ന മദ്യവും സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രശ്നമില്ല, അവരോടൊപ്പം അങ്ങ് നിന്ന് കളയാം, കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ നമ്രൂദിനെ നേരിട്ട ഇബ്രാഹിം മില്ലത്തിൽ അവൻ പെടുകയില്ല. ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ട് നേരിട്ട മൂസാ അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ അവൻ പെടുകയില്ല. വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്ന് അഡ്ജസ്റ്റ്മെന്റിന് ഇല്ല എന്ന് പറഞ്ഞ ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ സൂര്യന്റെ മില്ലത്തിൽ അവർ പെടുകയില്ല. അതുകൊണ്ട് സഹോദരികളെ മരണത്തിന് ശേഷം വേറൊരു അവസരമില്ല. മരണത്തിന് ശേഷം ഇതൊക്കെ അള്ളാഹു ചോദിക്കുകയാണ്, വേറെ ദീനാണോ ഇവർ തേടുന്നത്? മറ്റു വഴികളാണോ അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഏതെങ്കിലും കാര്യത്തിൽ, വിവാഹത്തിന്റെ കാര്യത്തിലോ രാജ്യത്തിന്റെ ഭരണത്തിന്റെ കാര്യത്തിലോ അത് കച്ചവടത്തിന്റെ കാര്യത്തിലോ ഏതൊരു കാര്യത്തിലാണെങ്കിലും, ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഈ ഒരു ദീനുണ്ടായിരിക്കെ ഇതല്ലാത്തതാണോ ഇവർ തേടുന്നത്? എന്നിട്ട് അള്ളാഹു ആ ഉദാഹരണം വെക്കുന്നതാണ്, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അല്ലാഹ് ആകാശം, വാസ്തവമാവട്ടെ, സത്യം ഇതാണ് കേട്ടോ, ആകാശഭൂമികളിലെ സകലരും സ്വമേധയായോ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിലോ അവന് മാത്രം അനുസരണത്തിന് വിധേയപ്പെട്ടിരിക്കെ, അവന് മാത്രം നിർബന്ധിതാവസ്ഥയിലും ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വമേധയാ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹു നിർബന്ധിക്കുകയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, വിശേഷ ബുദ്ധി കൊടുത്തതുകൊണ്ട് അവനെ നിർബന്ധിച്ചു പോകരുത്. അവൻ അത് ചിന്തിച്ചെടുക്കാൻ കഴിയണം. ഇന്ന് ചക്രശ്വാസം വലിച്ച് എന്റെ താട പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇവരാരെങ്കിലും ഉണ്ടാവുമോ? ഈ ആശയത്തിനാണ് ഞാൻ ഇനി കൊടി പിടിച്ച് നടക്കുന്നത് എങ്കിൽ ഇവരാരെങ്കിലും വരുമോ? അവരൊന്ന് ഓതിയത് കൊണ്ടോ അവരൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഫലം കിട്ടുകയില്ല. അതിനു മുമ്പ്, ഇവരൊക്കെ വരുന്നതിന് മുമ്പ് റൂഹിനെ ശിക്ഷയുടെ മലക്കുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും. അത് പിന്നീട് കൊണ്ടുവന്ന്, അതുകൊണ്ട് സഹോദരികളെ എഴുന്നേറ്റിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യുമെന്ന് അല്ലാഹുവിനോട് ചോദിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങേണ്ടതുണ്ട്.
തെളിയിക്കേണ്ടി ഇറങ്ങേണ്ടതുണ്ട്. ഇത്തരം മീഡിയകളൊക്കെ വന്ന് ഇന്ന് മുഖ്യമന്ത്രിമാരെയാണ് പിടികൂടുന്നത് എങ്കിൽ ഇത്തരം ഫാസിസം വന്ന് പിടികൂടുന്നത് നാളെ നമ്മളുടെ വീടകങ്ങളിലാണ്. നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ കഴുത്തറുക്കപ്പെടുന്ന, ഇന്ന് ബലിയെറുക്കാൻ പോലും തയ്യാറില്ലാത്ത നമ്മൾ, അതിന് പോലും കാശ് ചെലവഴിക്കുവാനോ അതിന്റെ കൂടെ കൂട്ടുവാനോ തയ്യാറില്ലാത്ത, അതൊക്കെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ, നാളെ നമ്മളുടെ കഴുത്തറുക്കുന്ന ഒരു നാള് വരുമ്പോ രക്ഷയുണ്ടാവുകയില്ല. സക്കറാത്തിന്റെ മലക്ക് വന്ന് പിടിച്ചാൽ തന്നെ, ഒന്ന് സ്ട്രോക്ക് ബാധിച്ചാൽ തന്നെ നമ്മളുടെ നിലപാടങ്ങോട്ട് മാറും. ഇന്നിപ്പോ എഴുന്നേറ്റ് നിന്ന് നല്ല ആചാനുബാഹുവായിക്കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് അവരൊക്കെ അഭിമുഖീകരിക്കാനും ചിരിക്കാനും പറ്റും. അതുകൊണ്ടാണ്. എന്നാൽ ഒന്ന് തളർന്നാൽ അവരുടെ നേരെ കൈനീട്ടാനേ ഗതികേടുണ്ടാവുള്ളൂ. നോക്കൂ നിങ്ങൾ, അവർ സഹായിച്ചെങ്കിലേ ഒരു ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ സമുദായത്തിനകത്തുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മകൻ അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയിൽ പോയി കൈവച്ചു. ഒരാവശ്യം ഉണ്ടാവില്ല, ഒരാവശ്യമില്ലാതെ തന്നെ വെക്കുള്ളൂ. ദൂർത്തിനും ധാരാളിത്തത്തിനും വേണ്ടി കൈവച്ചു. എന്തായി? നിന്ദരായി മാറി. അവസാനം എന്താണ്? പാർട്ടി കനിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ് കരയുകയാണ്. മീഡിയയുടെ മുമ്പിൽ കരയണ്ട. എന്നിട്ട് അവസാനം ഇപ്പൊ പോകുന്ന ഭരണകൂടം ഉണ്ടായത് കൊണ്ട് ചില സ്ഥലത്തൊക്കെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? അദ്ദേഹത്തിന് പല സ്വീകരണങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പലിശ തൊട്ട ഇത്രയും അവസ്ഥയും അനുവാദമൊക്കെ ഉണ്ടായിട്ട് ഇത്തരം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് മുഴുവനും തെറി വിളിച്ചും ആക്ഷേപിച്ചും ശകാരിച്ചും നടക്കുന്ന ഒരവസ്ഥയിൽ ഈ പാർട്ടി മുഴുവനും വിജയം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ പാർട്ടിയാൽ കടം വീട്ടപ്പെട്ടവനായി മാറിക്കൊണ്ട്, പലിശയുടെ തീർത്തവനായി മാറിക്കൊണ്ട്, വളരെ മോശപ്പെട്ട മോശം വ്യക്തിയെ കുറിച്ചല്ല പറയണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ തൗബ ചെയ്യണം. ഇനിയെങ്കിലും തൗബ ചെയ്താൽ അവസരമുണ്ട്. അല്ല, അതിലൊന്നും തൗബ ചെയ്യാൻ ഞാനില്ല, അതൊക്കെ അങ്ങനെ സംഭവിക്കും, ഇതിനേക്കാളും വലുതൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, പലിശ നിഷിദ്ധമാക്കുന്ന ഒരു വ്യവസ്ഥയൊന്നും ഞാൻ അംഗീകരിക്കുകയില്ല, അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ്, പലിശ നിരോധിക്കുന്ന പാർട്ടി ഭീകരവാദികളുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്നും പറഞ്ഞ് ഇനിയും നിലനിൽക്കുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. പലിശ ഇടപാടിനെ ന്യായീകരിച്ചവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖദനു ബിഹർബിൻ മിനല്ലാഹി വ റസൂലി, അള്ളാഹു അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? പാർട്ടിയുടെ പേരിലെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ? സ്വന്തത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, കുടുംബത്തിൽ നിന്നും പലിശ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ സമൂഹത്തിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന്, ലോകക്രമത്തിൽ നിന്ന് പലിശ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് നമ്മളുടെ നിലപാടെന്താണ്? നമ്മളുടെ പാർട്ടിയുടെ നിലപാടെന്താണ്? അള്ളാഹുവിനത് അറിയുക തന്നെയാണ്. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്ത് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില പ്രതിജ്ഞകൾ എടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. പരിപൂർണമാണ്, വിശുദ്ധമാണ് അള്ളാഹുവിന്റെ ദീൻ. ആകാശഭൂമികൾ അള്ളാഹു എല്ലാത്തിനും വിധേയപ്പെടുന്നില്ലെങ്കിൽ ഞാനുമില്ല, ഞാൻ എന്റെ പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയിൽ ഞാനില്ല. ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി വിധേയപ്പെടുന്ന പാർട്ടിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് ഇബ്രാഹിം മില്ലത്ത് നമുക്ക് ലഭ്യമാകുന്നത്. സഹോദരങ്ങളെ, ഈ മുന്നറിയിപ്പൊന്ന് റസൂൽ വന്ന് ഇനി പഠിപ്പിക്കുമെന്ന് വിചാരിക്കരുത്. നമുക്ക് ഇതിനേക്കാളും ശക്തമായ രീതിയിലെങ്കിലും ഒന്നൊക്കെ ആഹ്വാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനാണോ അവർ തേടിക്കൊണ്ടിരിക്കുന്നത്? ആകാശഭൂമികൾ മുഴുവനും അവർ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ നിർബന്ധിതമായ അവസ്ഥയിലോ അവന് മാത്രം കീഴ്പ്പെട്ടിരിക്കെ നീ എവിടേക്കാണോ പോകുന്നത്? നിന്റെ ഒക്കെ മടക്കം എന്റെ അടുത്തേക്ക് തന്നെയല്ലേ നീ വന്നുകൊണ്ടിരിക്കുന്ന? എന്റെ അടുത്ത് എത്ര വലിയ താക്കീതാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് ഖുല്ലിന്റെ സ്വലാത്തി വനുസുക്കി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ, അതൊന്നുമല്ല എന്റെ റബ്ബ്, ഇതൊന്നുമല്ല റബ്ബ്, ഇതാണ് റബ്ബ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥനാണ് എന്റെ റബ്ബ്. എന്നിട്ട് അദ്ദേഹം കിട്ടിയ മാത്രയിൽ ആ നാഥനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനൊരു വേറെ ജന്മമില്ല, വേറൊരു പാരമ്പര്യ ആയുസോ കുടുംബോ തറവാടോ ഒന്നും തരാൻ പോലില്ല. അഥവാ തന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. പ്രവാചകനെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാ കൊടുക്കില്ല എന്ന് പറയാനുള്ള കാരണം, കൊടുത്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ അവൻ തുടരും. ഇതൊക്കെ മായ്ച്ച് ഇതുവരെയുള്ള അവസ്ഥകളൊക്കെ മായ്ക്കുമല്ലോ. മായ്ച്ചിട്ട് തലക്കെന്നിങ്ങനെ തുടങ്ങുമ്പോ അതുവരെയുള്ളത് എന്താണ്? അവിടെ തുമ്മുമ്പൻ അതേ നിലപാടിലേക്കും സ്വീകരിക്കാം. ഇങ്ങനെ സംഗതികൾ രണ്ടാമത് വരുമ്പോഴും അപ്പൊ അവന് വാപ്പയായിരിക്കും വലുത്, തറവാടായിരിക്കും, വീടായിരിക്കും വലുത്, ഇത്തരം സംഘങ്ങളും പാർട്ടികളൊക്കെ ആയിരിക്കും വലുത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. 1000 വട്ടം 10000 വട്ടം അവസരം കൊടുത്താലും അവരങ്ങനെ തന്നെയാവും. അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അവസരം. ആ ഒരു ജന്മം തന്നെ ഉള്ളൂ. ഇനി അത് പൂർത്തീകരിക്കാതെ വന്നാൽ പ്രപഞ്ചം മുഴുവനും, മക്കളെയും ഭാര്യയും കുട്ടികളെയും ഭൂമിയിലുള്ളത് മുഴുവനും, അധികാര സ്ഥാനമാനങ്ങളും മുഴുവനും വെച്ചാലും
അവർക്കില്ല. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്ത് വളരെ വലിയൊരു സന്ദേശമാണ്, വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹുവിന് ആ അർത്ഥത്തിൽ വിധേയപ്പെടുവാനുള്ള കഴിവും തൗഫീഖും അള്ളാഹു അവന്റെ ഔദാര്യത്താലും കാരുണ്യത്താലും നമുക്ക് നൽകുകയും അങ്ങനെ വിധേയപ്പെട്ട അവസ്ഥയിലല്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹു ലീ വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു